മറ്റൊരാളെ സഹായം ഇല്ലാതെ നമ്മളെ ലിമിറ്റേഷൻസിനെ പൊട്ടിച്ച് പോകുമ്പോൾ ഒരു സുഖവും സന്തോഷവും അത് വേറെയാണ്. അതൊരു ഫീൽ തന്നെയാണ്, നല്ലൊരു ഫീലാണ്. നമ്മുടെ കൂടെയുള്ള ജോലിക്കാരായിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ ലിമിറ്റേഷൻസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവരെ മുന്നോട്ട് നയിക്കുക എന്നൊക്കെ പറഞ്ഞ് അവരിലേക്ക് ഇറങ്ങുമ്പോൾ ഇതേ അർത്ഥത്തോടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതേ രീതിയിൽ അവരത് ഏറ്റെടുക്കുന്നുണ്ടോ? സത്യത്തിൽ നമ്മുടെ ഈ ഇൻറ്റൻഷൻ നമുക്ക് അവരിലേക്ക് പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാവരും അത് അതേപോലെ തന്നെ ഏറ്റെടുത്തോണം ഒരു നിർബന്ധമല്ല. ഇനി അത് എടുത്തിട്ടില്ലെങ്കിൽ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. കാരണം അതിന്റെ എക്സ്പീരിയൻസ് സന്തോഷമാണെന്ന് എനിക്ക് മനസ്സിലാക്കണം. അപ്പൊ പിന്നെ പോലെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ടാണല്ലോ. പ്രത്യേകിച്ച് എന്റെ സ്റ്റാഫുകളാകുമ്പോൾ അവരെ ലിമിറ്റേഷൻ അവർ പൊട്ടിച്ച് അവർ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുമ്പോൾ അതിന്റെ ആ റിസൾട്ട് ഒരു എൻജോയ് ചെയ്യുമ്പോൾ പിന്നെ ഓർക്കും. ഒരാളടുത്ത് സംസാരിച്ചാൽ അറിയാം ഓരോ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്. അപ്പൊ അതിന്ന് ഒരു ലിമിറ്റേഷനെ എടുക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, പതുക്കെ അതൊരു ടാസ്ക് ആയിട്ട് കൊടുക്കും. ഇത് പൊട്ടിക്കാനുള്ള എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുക്കും. അത് ആ ലിമിറ്റേഷൻസ് അത് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇത് നിന്റെ ഒരു ലിമിറ്റേഷൻ ആയിരുന്നു. ആ ലിമിറ്റേഷൻ ഞാനൊരു ടാസ്ക് തന്നപ്പോൾ പൊട്ടിച്ചു. എൻ്റെ ലിമിറ്റേഷൻസ് അറിഞ്ഞ് പൊട്ടിക്കൽ തുടങ്ങി കഴിഞ്ഞാൽ അത് എൻജോയ് ചെയ്യും. മറ്റൊരാളെ സഹായം ഇല്ലാതെ നമ്മളെ ലിമിറ്റേഷൻസിനെ പൊട്ടിച്ച് പോകുമ്പോൾ ഒരു സുഖവും സന്തോഷവും അത് വേറെയാണ്. അതൊരു ഫീൽ തന്നെയാണ്, നല്ലൊരു ഫീലാണ്.